നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കോസ്മെറ്റിക്സുകൾ, പെർഫ്യൂമുകൾ, ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മൾക്ക് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എവർ കെമിക്കൽസ് എന്നാണ് അവ അറിയപ്പെടുന്നത്. അതായത് ഇവരെല്ലാ കാലത്തേക്കും കെമിക്കലാണ്. ഇവ വെള്ളത്തിൽ, നമ്മളുടെ വീട്ടിലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ, ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ആർട്ടിക്കിൾസിൽ, മാറ്റുകൾ, കാർപ്പറ്റുകൾ, ഇവയൊക്കെ ഈ ഫോർ എവർ കെമിക്കൽസ് ഉള്ളതാണ്. പെർ ആൻഡ് പോളി ഫ്ലൂറോ ആൽക്കൈൽ എന്നറിയപ്പെടുന്ന ഫോർ എവർ കെമിക്കൽസ്, ഇവയെ നമുക്ക് ഷോർട്ട് ഫോമിൽ PFAS എന്ന് വിളിക്കാം. അങ്ങനെ തന്നെയാണ് ഇതിനെ വിളിക്കുന്നത്. നമ്മൾക്കുള്ളിൽ ഇൻഫെർട്ടിലിറ്റി ചലഞ്ചസ്, ADHD, ഓട്ടിസം, ഹോർമോണൽ ഇംബാലൻസ് ലൈക്ക് PCOS, PCOD, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ഒബീസിറ്റി, ഇവയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൊച്ചുകുട്ടികളിൽ ഇത്തരം ടോക്സിസിറ്റി കാരണമുണ്ടാകുന്ന ചലഞ്ചസാണ് ഓട്ടിസം, ADHD, ഡിലേയ്ഡ് ആൻഡ് റിഗ്രസീവ് ഡെവലപ്മെൻറ്റ്. ഇവിടെയൊക്കെ ഇതിൻ്റെ പ്രാധാന്യം വലുതാണ്. അമ്മമാർ പ്രസവം കഴിയുമ്പം തന്നെ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നു. പഴയ കാലത്തെ അമ്മമാർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, വീട്ടിലുണ്ടാക്കുന്ന കൺമഷി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവരുടെ വളർച്ചയിൽ ചലഞ്ചസ് ഉണ്ടാകുന്നു. കറക്റ്റ് സമയത്ത്, അതായത് 3 മാസത്തിൽ കമിഴ്ന്ന് വീഴേണ്ട കുട്ടി അവിടെ കമിഴ്ന്ന് വീഴാതാവുന്നു. ഇത് മാത്രമല്ല, കാരണം ഇതൊരു കാരണമാണ്. അതേപോലെ തന്നെയാണ് ഈ PFASൻ്റെ സാന്നിധ്യം മുലപ്പാലിലും കണ്ടെത്തിയിട്ടുണ്ട്. മുലപ്പാൽ കൊടുക്കാത്ത കുട്ടികളിൽ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിനകത്തും PFASൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മളുടെ കുക്ക് വെയറുകളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ, ഡിയോഡറൻറ്റുകളിൽ, നമ്മളുടെ വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന മാറ്റുകളിൽ, പിന്നെ ലെതർ ബാഗിൻ്റെ പോളിഷിങ്ങിൽ, പിന്നെ മെൻ്റൽ വെൽനെസ്സുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡിപ്രഷൻസ്, ആങ്സൈറ്റി, ഇതിനൊക്കെ കാരണമാക്കാവുന്ന ഈ ഹിൻഡ്രൻസുകൾ ടോക്സിസിറ്റി തന്നെയാണ്, ടോക്സിൻസിനെയാണ് പുറപ്പെടുവിക്കുന്നത്. അതും ഇത് കെമിക്കൽ ടോക്സിൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഫോർ എവർ ടോക്സിൻസ് എന്നറിയപ്പെടുന്ന, ഫോർ എവർ കെമിക്കൽസ് എന്ന്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റെഡ്യൂസ് ദ എഫക്റ്റ്. ഹായ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഈസി പ്രോഡക്ട്സും നമ്മളുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചില കഥകളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ലിപ്സ്റ്റിക്ക് ഇടാൻ മറന്നുപോയി. ഞാൻ ഇതൊക്കെ ഇട്ടാലല്ലേ നിങ്ങൾ എന്നെ കാണത്തുള്ളൂ. നോക്കൂ, ഈ പ്രോഡക്റ്റ്. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കോസ്മെറ്റിക്സുകൾ, പെർഫ്യൂമുകൾ, ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മൾക്ക് ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എവർ കെമിക്കൽസ് എന്നാണ് അവ അറിയപ്പെടുന്നത്. അതായത് ഇവരെല്ലാ കാലത്തേക്കും കെമിക്കലാണ്. ഏകദേശം 1930കളിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പാർട്ടായിട്ട് ബിൽഡ് ചെയ്യപ്പെട്ട, പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട, സിന്തസൈസ് ചെയ്യപ്പെട്ട സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ് ഈ കെമിക്കലുകൾ. ഇവ വെള്ളത്തിൽ, നമ്മളുടെ വീട്ടിലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ, ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ആർട്ടിക്കിൾസിൽ, മാറ്റുകൾ, കാർപ്പറ്റുകൾ, ഇവയൊക്കെ ഈ ഫോർ എവർ കെമിക്കൽസ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോവുകയും ശരീരവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഈ പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പം ഈ കെമിക്കലുകൾ പെർ ആൻഡ് പോളി ഫ്ലൂറോ ആൽക്കൈൽ എന്നറിയപ്പെടുന്ന ഫോർ എവർ കെമിക്കൽസ്, ഇവയെ നമുക്ക് ഷോർട്ട് ഫോമിൽ PFAS എന്ന് വിളിക്കാം. അങ്ങനെ തന്നെയാണ് ഇതിനെ വിളിക്കുന്നത്. ഏജൻസി ഫോർ ടോക്സിക് സബ്സ്റ്റൻസ് ആൻഡ് ഡിസീസ് രജിസ്ട്രി, ഇതൊരു ബോർഡാണ്. ASTDR എന്നാണ് അറിയപ്പെടുന്നത് ഈ ബോർഡ്. അപ്പം ഈ ബോർഡാണ് കൂടുതലായിട്ട് PFAS പോലുള്ള സബ്സ്റ്റൻസുകളുടെ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അത് പലതും കീപ്പ് ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും ഇതിനുള്ള ബോർഡുകളും ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാത്തോടത്തോളം കാലം നമ്മൾക്കുള്ളിൽ ഇൻഫെർട്ടിലിറ്റി ചലഞ്ചസ്, ADHD, ഓട്ടിസം, ഹോർമോണൽ ഇംബാലൻസ് ലൈക്ക് PCOS, PCOD, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ഒബീസിറ്റി, ഇവയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ആർട്ടിക്കിൾസ്, ഇപ്പം ഞാൻ ഈ കാണിച്ച ഇതുപോലെ, ഇപ്പോൾ നമുക്കിത് ഉപയോഗിക്കാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിപ്പോയി അല്ലേ. അപ്പോൾ അത് ഞാൻ ഈ സാധനം ഇട്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്നെ കാണുക. അപ്പോൾ ഇതെൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പിന് ഒരേപോലെ ആവശ്യമാണ്. അപ്പം ഇത്തരം സബ്സ്റ്റൻസുകൾ കൂടുതൽ ഓർഗാനിക് ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾക്ക് തന്നെ കഴിയുമെങ്കിലും ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് പോലെ എന്നതിലേക്ക് നിങ്ങൾ വരിക. പിന്നെ മറ്റൊന്ന്, ഏറ്റവും എൻ്റെ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ മോട്ടീവ് എന്ന് പറയുന്നത്, വി ആർ ഇൻ ടു മെൻ്റൽ വെൽനെസ്.
ഒബിയസ്ലി. അപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് കൊച്ചുകുട്ടികളിൽ ഇത്തരം ടോക്സിസിറ്റി കാരണമുണ്ടാകുന്ന ചലഞ്ചസാണ്. ഓട്ടിസം, ADHD, ഡിലേയ്ഡ് ആൻഡ് റിഗ്രസീവ് ഡെവലപ്മെൻറ്റ്, ഇവിടെയൊക്കെ ഇതിൻ്റെ പ്രാധാന്യം വലുതാണ്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളിൽ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളതാണല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സാധനം സംസ്കാരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അമ്മമാർ പ്രസവം കഴിയുമ്പം തന്നെ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നു. പഴയ കാലത്തെ അമ്മമാർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, വീട്ടിലുണ്ടാക്കുന്ന കൺമഷി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇത്തരം കെമിക്കലുകളുടെ ഇത് കുട്ടിയെ ഉപയോഗിപ്പിക്കാനും ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പല ഫോട്ടോഷൂട്ടുകളുടെയൊക്കെ ഭാഗമായിട്ട് കൊച്ചിനെ ഭയങ്കരമായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കിടത്തുന്ന ഫോട്ടോഷൂട്ടുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ആക്ച്വലി ഇതൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന ഇത്തരം കെമിക്കലുകൾ അവരുടെ ഉള്ളിൽ പോവുകയും അവരുടെ സ്വാഭാവികമായ സാധാരണയിലുള്ള വളർച്ചയെയും ഡെവലപ്മെൻറ്റിനെയും കുറയ്ക്കുകയും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്ക് പ്രതിപ്രവർത്തനമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ വളർച്ചയിൽ ചലഞ്ചസ് ഉണ്ടാവുന്നു. കറക്റ്റ് സമയത്ത്, അതായത് 3 മാസത്തിൽ കമിഴ്ന്ന് വീഴേണ്ട കുട്ടി അവിടെ കമിഴ്ന്ന് വീഴാതാവുന്നു. ഇത് മാത്രമല്ല, കാരണം ഇതൊരു കാരണമാണ്. പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിലെ ആ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യാൻ വേണ്ട ശക്തി ശരീരത്തിന് ഇല്ലാത്ത വിധത്തിൽ ഇത്തരം കെമിക്കലുകൾ ഹിൻഡ്രൻസ് സൃഷ്ടിക്കുന്നു, അതിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ PFASൻ്റെ സാന്നിധ്യം മുലപ്പാലിലും കണ്ടെത്തിയിട്ടുണ്ട്. മുലപ്പാൽ കൊടുക്കാത്ത കുട്ടികളിൽ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിനകത്തും PFASൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് വരുന്നു, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ വരുന്നു, അതിലൊരു പരിധിയുണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ. പക്ഷേ നമ്മളുടെ കുക്ക് വെയറുകളിൽ, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ, ഡിയോഡറൻറ്റുകളിൽ, നമ്മളുടെ വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന മാറ്റുകളിൽ, പിന്നെ ലെതർ ബാഗിൻ്റെ പോളിഷിങ്ങിൽ, ഇത്രയുമൊക്കെ കൊച്ചുകുട്ടികളുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം തടയുവാൻ നിങ്ങൾ മാതാപിതാക്കൾക്ക് കഴിയും. അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ ലിപ്സ്റ്റിക്കും കോസ്റ്റ്യൂംസൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന ആർട്ടിഫിഷ്യൽ ജ്വല്ലറികളിൽ ഒക്കെ ഉണ്ടാകുന്ന ഇത്തരം കെമിക്കലുകളെ തടയാൻ നമ്മൾക്ക് കഴിയും. ഇത് നമ്മൾക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടികളുടെ വളർച്ച നമ്മളുടേതുപോലെ തന്നെ അത്യന്താപേക്ഷിതമാണ്. നമ്മളെക്കാൾ കൂടുതലായിട്ട് കുട്ടികളിൽ PFASൻ്റെ അബ്സോർപ്ഷൻ കൂടുതലാണ്. അതായത് അവർ വെള്ളത്തോടും വായുവിനോടും ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ സമ്പർക്കത്തിലേർപ്പെടുന്നു. ആ സമ്പർക്കം അനുദിനം വർദ്ധിക്കുകയും ഇവരുടെ ചലഞ്ചസ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ പോളിസിസ്റ്റിക് ഓവറി, ഹോർമോണൽ ചലഞ്ചസായ തൈറോയ്ഡ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബീസിറ്റി, പിന്നെ മെൻ്റൽ വെൽനെസ്സുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡിപ്രഷൻസ്, ആങ്സൈറ്റി, ഇതിനൊക്കെ കാരണമാക്കാവുന്ന ഈ ഹിൻഡ്രൻസുകൾ ടോക്സിസിറ്റി തന്നെയാണ്, ടോക്സിൻസിനെയാണ് പുറപ്പെടുവിക്കുന്നത്. അതും ഇത് കെമിക്കൽ ടോക്സിൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഫോറെവർ ടോക്സിൻസ് എന്നറിയപ്പെടുന്ന, ഫോറെവർ കെമിക്കൽസ് എന്ന്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റെഡ്യൂസ് ദ എഫക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ എടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തരം രാസപദാർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടതായ എക്സസൈസ്, ബ്രീതിങ് എക്സസൈസുകൾ, നമ്മൾക്ക് വേണ്ടതായ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റുകൾ, ന്യൂട്രീഷണൽ ഹെൽപ്പുകൾ ഒക്കെ എടുക്കുക. അതേപോലെ തന്നെ ഇത് നമ്മളുടെ ശരീരത്തിൽ ചലഞ്ചസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിസിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് മൂഡ് സ്വിങ്സ് കൂട്ടുന്നതായിട്ട്, ബ്രെയിനിന് ആ ഒരു കംഫർട്ടബിൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇമോഷൻസ് എത്ര കണ്ട് തടഞ്ഞു നിർത്താൻ പറ്റിയാലും നമുക്ക് പറ്റാതെ വരുന്ന ഒരു അവസ്ഥ വരുന്ന ആളുകളിൽ പലതരത്തിലുള്ള ടോക്സിസിറ്റിക്ക് കാരണമാകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ നോൺ സ്റ്റിക്ക് കുക്ക് വെയറുകൾ, ഗ്രീസി പ്രോഡക്റ്റുകൾ, അതേപോലെ തന്നെ നമ്മളുടെ പാക്കറ്റ് ഫുഡ് വരുന്ന എല്ലാ തരത്തിലുള്ള കവറുകളും ഈ ഗ്രീസി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു PFAS ഉപയോഗിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതല്ല, ഇതെല്ലാം റിസർച്ച് ആർട്ടിക്കിൾസാണ്. അവിടെ ഇതിൻ്റെ ഫലങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് എത്ര കണ്ട് നമുക്ക് നമ്മുടെ ജീവിതം നമ്മളുടെ കൈപ്പിടിയിൽ എടുക്കാം എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് പോലെയും നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെയും ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ അതായത് ഓട്ടിസത്തിൻ്റെ റേറ്റ് കൂടുന്നു, ഒബീസിറ്റിയുടെ റേറ്റ് കൂടുന്നു, അതേപോലെ ഡയബറ്റീസിൻ്റെ റേറ്റ് കൂടുന്നു, ക്യാൻസറിൻ്റെ റേറ്റ് കൂടുന്നു. എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയും അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി, മനുഷ്യന് പ്രതിരോധിച്ച് നിൽക്കാനുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആ ഇമ്മ്യൂണിറ്റി വളരെയധികം താഴ്ന്നിരിക്കുകയാണ്. അപ്പോൾ വി ആർ ഡീലിംഗ് വിത്ത് ഇമ്മ്യൂണിറ്റി ഓഫ് മൈൻഡ്.
അപ്പോൾ മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിനെ നമുക്ക് വേറെ എവിടെയും കൊണ്ടുപോയി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കാരണം മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിന് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടാവുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു പഠിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫോറെവർ കെമിക്കൽസ് എന്നറിയപ്പെടുന്ന PFASൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നിട്ട് മാക്സിമം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെ ഇപ്പം നമ്മൾ ഫാൻസിയുടെ പാർട്ടായിട്ട്, സ്റ്റാറ്റസിൻ്റെ പാർട്ടായിട്ട്, ബ്രാൻഡഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും ഇത്തരം കെമിക്കലുകളുടെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ അവയെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് അടുത്ത ജനറേഷന് വേണ്ടി നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ചെറിയ ചെറിയ ചലഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ചലഞ്ചസിൽ നിന്നുണ്ടാവുന്ന ജനറ്റിക് മ്യൂട്ടേഷൻ കൊണ്ട് അടുത്ത ജനറേഷന് എന്താണ് വരുന്നതെന്ന് ബുദ്ധിയുള്ള നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല ഈ കരുതലുകൾ, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൂടെയാണ്. ഈ തലമുറ നമ്മളുടെ സ്വത്താണ്. അതായത് നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് നമ്മൾ നിഴൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളിന്ന് പഴങ്ങൾ പറിക്കുന്ന പല ചെടികളും നമ്മളുടെ പിതാക്കന്മാർ കുഴിച്ചു വെച്ചതാണെന്ന്. അപ്പം അവയെ പലപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് മാറി നിന്ന് നമ്മൾ അറിയാതെ തന്നെ ഈ അട്രാക്റ്റീവ് ആൻഡ് ഗ്ലിറ്ററിങ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പാർട്ടിലേക്ക് വീണുപോയി. പക്ഷേ അവിടെ ഇനി നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയും. അപ്പോൾ നാച്ചുറൽ മെറ്റീരിയൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെ ഫ്ലോർ മാറ്റിലേക്ക് കളിക്കാൻ കിടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന മാറ്റുകൾ, ആ മാറ്റുകളിൽ ഈ PFASൻ്റെ സാന്നിധ്യമുണ്ട്. അത് ഒഴിവാക്കുക. കുട്ടികളെ അല്ലാതെ തന്നെ മറ്റൊരു തഴപ്പായോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറലായ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. പിന്നെ പലപ്പോഴും പല ഡ്രസ്സുകളിലും ഈ PFASൻ്റെ സാന്നിധ്യമുള്ളതായി പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമുക്ക് വേണ്ടത്. ഇതിപ്പം നമ്മളുടെ ജീവിതത്തിൽ വന്നില്ല, അടുത്ത ആളുടെ ജീവിതത്തിൽ വരുമ്പം നമ്മൾ വിചാരിക്കും വി ആർ സേഫ്. നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ ഒഴിഞ്ഞു നിൽക്കാനൊരു ടെൻഡൻസിയും നമുക്കുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾ സേഫാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ സേഫാണ് എന്ന് വിചാരിച്ച് നമ്മളിരിക്കും. ഇപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു, ഇനി എൻ്റെ മക്കളുടെ സമയമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പിടി കരുതൽ നമുക്ക് മുമ്പോട്ട് വയ്ക്കാം. പിന്നെ നമ്മളുടെ ആരോഗ്യം സൂക്ഷിക്കുന്നതിലൂടെ, ചിട്ടയായ ഒരു ജീവിതശൈലി ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് പലതിനെയും വേണ്ടെന്ന് വയ്ക്കാൻ കഴിയും. അതായത് ഈസി ആയിട്ട് നമ്മൾ മറ്റുള്ളതിൻ്റെ ആ ഒരു അട്രാക്ഷനിലേക്ക്, അതിൻ്റെ ആ പരിധിയിലേക്ക് ചെന്ന് വീണിട്ട് അയ്യോ ഇന്ന് ലിപ്സ്റ്റിക്ക് ഇടാത്തത് കൊണ്ട് എനിക്ക് വിഷമായി, അല്ലെങ്കിൽ ഇന്ന് ആ ബാഗ് എൻ്റെ ദേഹത്ത് ഇടാത്തത് കൊണ്ട് വിഷമായി, അല്ലെങ്കിൽ ആ ടൈപ്പ് ഒരു മേക്കപ്പ് എൻ്റെ ദേഹത്തിടാത്തത് കൊണ്ട് എനിക്ക് വിഷമമായി എന്നുള്ള ഫീലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നമ്മളുടെ സെൽഫ് ലവിൻ്റെ പാത്തിലേക്ക് ഉള്ളിലേക്ക് മടങ്ങാൻ നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടായിട്ട് എന്നും നമുക്ക് ഒപ്പമുള്ളത് നമ്മൾ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തോട് മിനിമം റെസ്പോൺസിബിലിറ്റി കാണിക്കുക. കാരണം ഈ ശരീരം നമ്മൾ അതുപോലെ കഠിനാധ്വാനം ചെയ്യിപ്പിക്കുന്നുണ്ട്, പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അതുണ്ടാക്കുന്ന പണം ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് നമ്മളുടെ ഏറ്റവും വലിയ പാർട്ട്ണർ, നമ്മുടെ ശരീരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരാൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഉപരിയായി നമ്മളുടെ ഉള്ളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യപ്പെടാൻ എത്രമാത്രം റെഡിയാണെന്ന് ചെക്ക് ചെയ്യാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്തരം ടോക്സിക് മെറ്റീരിയലുകളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള വീഡിയോസ് റിസർച്ച് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്ക് എൻ്റെ മുമ്പിലെത്തുന്ന കുട്ടികളുടെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം അവരുടെ മെൻ്റൽ വെൽബീയിങ്, അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, അവരുടെ ഇമോഷൻസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ ബിഹേവിയർ ഒക്കെയാണ് എൻ്റെ മാറ്റർ.